ആരോടും പറയരുതേ, ആരോടും പറയരുതേ. എന്താണ് പറയരുത്? അതായത് നമ്മുടെ രേണുസുതി നമ്മുടെ അക്ബറുമായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അതായത് സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചതിനകത്ത് ഇത്രയും ദിവസം മനം ഉരുകിയിരിക്കുകയായിരുന്നു രേണു. അക്ബറാണെങ്കിൽ പല വിധത്തിൽ രേണുവിനോട് ക്ഷമ ചോദിച്ചു. പാട്ടുപാടി ക്ഷമ ചോദിക്കുന്നു, ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്ത് ക്ഷമ ചോദിക്കുന്നു. അങ്ങനെ പല പല വിധത്തിലാണ് അദ്ദേഹം ക്ഷമ ചോദിക്കാൻ വേണ്ടി വരുമ്പോഴും രേണു ഒട്ടും ക്ഷമിച്ചിട്ടില്ല. അതിൻ്റെ പുറത്ത് ആ ശാരികയുണ്ടല്ലോ, ഒരു തീയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെയുള്ള പ്രയോഗമാണ് ശാരിക രേണുവിനോട് പറഞ്ഞു കൊടുത്തത്. ഒരിക്കലും ക്ഷമിക്കരുത്, ഒരിക്കലും ക്ഷമിക്കരുത്. പിന്നെ നമ്മുടെ ലാലേട്ടനുണ്ടല്ലോ, അതും പിടിച്ചെടുത്തു. അതിനുശേഷം ശാരിക പറഞ്ഞ ഡയലോഗൊക്കെ നിങ്ങൾ കേട്ട് കാണുമല്ലോ, ഭയങ്കര ഞാനും ക്ഷമിക്കാൻ പഠിച്ചു എന്നൊക്കെ പറയുന്ന കേട്ടിരുന്നു. പക്ഷെ ലാലേട്ടൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചപ്പോൾ തന്നെ രേണുസുതി എന്തുകൊണ്ട് ക്ഷമിച്ചു എന്ന് പറഞ്ഞു. ലാലേട്ടൻ്റെ വാക്കുകൾ ഞാൻ മാനിച്ചു കഴിഞ്ഞു. ഞാൻ പ്രേക്ഷകരോടും എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഞാൻ പറയുകയാണ്, ഞാൻ അക്ബറിനോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യണം, നമ്മുടെ രേണുസുതിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും മറ്റുള്ളവരോട് ക്ഷമിക്കണം എന്നുണ്ടെങ്കിൽ ലാലേട്ടൻ്റെ ഒരു വാക്ക് മതി. രേണുസുതി പൂർണ്ണമായും അവിടെ ക്ഷമിക്കും എന്നതിന് 100% ഉറപ്പേ.